ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 46. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ആദം തന്റെ ഭാര്യയായ ഹവ്വായെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, യാഹ്വേയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു. പിന്നെ അവൾ അവന്റെ സഹോദരൻ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കാലം കുറെ കഴിഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു. കായീൻ തന്റെ നിലത്തിലെ വിളവിൽ ഒരു ഭാഗം യാഹ്വേക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലിലും അവന്റെ വഴിപാടിലും യാഹ്വേ പ്രസാദിച്ചു. എന്നാൽ കായീനിലും അവന്റെ വഴിപാടിലും അവിടുന്ന് പ്രസാദിച്ചില്ല. കായീൻ അത്യധികം കോപിച്ചു. അവന്റെ മുഖം വാടി. യാഹ്വേ കായീനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? നീ നന്മ ചെയ്യുന്നവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു. നിന്നിലേക്കാണ് അതിന്റെ അഭിലാഷം. നീയോ അതിനെ കീഴടക്കണം. 4-ാമത്തെ അധ്യായത്തിന്റെ പൊതുവായ നിരീക്ഷണങ്ങൾ ആദ്യം പറയാം. പ്രോട്ടോ എവങ്കേലിയം, ആദ്യ സുവിശേഷം, ആദ്യ സദ്വാർത്ത എന്ന് വിളിക്കപ്പെടുന്ന തിരുവചനമാണ് ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്ന് ദൈവം സർപ്പത്തോട് പറഞ്ഞിരുന്നു. ആ ആദ്യ സദ്വാർത്തയിലെ പ്രവചനം പൂർത്തിയാവുകയാണ്, സംഭവിച്ചു തുടങ്ങുകയാണ്. ആദാം തുറന്നുവിട്ട ഉദ്ഭവപാപം എന്ന ദുർബോധത്തിന്റെ പിടിയിലാവുകയാണ് പിൽക്കാല തലമുറകൾ. അത് തെളിയിക്കുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ. സർപ്പസന്തതിയായ കായീൻ സ്ത്രീയുടെ നീതിയുള്ള സന്തതിയായ ഹാബേലിനെ ആക്രമിക്കുന്നു. സർപ്പസന്തതിയാണ് കായീൻ എന്ന് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3:12 കാണാം. നീതിയുള്ള സന്തതിയാണ് ഹാബേൽ എന്ന് ഹെബ്രായ ലേഖനം 11:4 കാണാം. അപ്പോൾ സർപ്പസന്തതിയായ കായീൻ സ്ത്രീയുടെ നീതിയുള്ള സന്തതിയായ ഹാബേലിനെ ആക്രമിക്കുന്നു. എന്നും എക്കാലത്തും നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നു. എങ്കിലും ഈ നിഷ്കളങ്കർ ദൈവത്തിന് മുമ്പിൽ സംപ്രീതിയിൽ വളരാൻ തീരുമാനിക്കുന്നു. അപാരമായ ചങ്കൂറ്റം വേണം ഇങ്ങനെ തീരുമാനിക്കാൻ. ആക്രമിക്കപ്പെടുമ്പോഴും നിഷ്കളങ്കരായി ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കരായി ജീവിക്കാൻ, ദൈവത്തിന് മുമ്പിൽ സംപ്രീതിയിൽ ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇന്നും നമ്മൾ കാണുന്ന സംഗതി അതാണ്. നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നു, പക്ഷെ അവർ നിഷ്കളങ്കത കളഞ്ഞു കുളിക്കാൻ അവർ തയ്യാറല്ല. മാത്രമല്ല, ആക്രമിക്കപ്പെടുന്ന നിഷ്കളങ്കരുടെ കൂടെ നിൽക്കാനാണ് ദൈവം തീരുമാനിക്കുന്നത്. ആക്രമിക്കപ്പെടുന്ന നിഷ്കളങ്കരുടെ കൂടെ നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുമ്പോൾ ദൈവം തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. ദൈവത്തിന് മുമ്പിൽ സംപ്രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര് ആക്രമിക്കപ്പെടുമ്പോൾ ദൈവം തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. യോസഫിനെ ഈ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബൈബിൾ രചയിതാക്കൾ എഴുതുന്ന ഒരു വചനമുണ്ട്. അവിടെ ദൈവമായ കർത്താവ് അവന്റെ കൂടെയായിരുന്നു. 13 കൊല്ലം ജയിലിൽ കാരണമില്ലാതെ അടയ്ക്കപ്പെട്ടപ്പോൾ കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസം. കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ടാണോ കർത്താവ് കൂടെ നിൽക്കണമെന്ന് ചോദിക്കാം. വാസ്തവത്തിൽ ജോസഫിനെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തപ്പോൾ ദൈവമായ കർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ലോക്കപ്പിലിട്ടത് കർത്താവിനെയാണ്, ജോസഫിനെ ലോക്കപ്പിലിട്ടപ്പോൾ. അപ്പോൾ ദൈവമായ കർത്താവ് ജോസഫിന്റെ കൂടെ ആയിരുന്നെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇല്ലായിരുന്നൊരു ധ്വനി പോലും ഉണ്ട്. നിഷ്കളങ്കര് തെറ്റായ ആരോപണം ചാർത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ ദൈവം തന്നെ അവരുടെ കൂടെ നിൽക്കുകയാണ്, ജയിലിൽ മറ്റുള്ളവർ വിട്ടിട്ട്. അങ്ങനെ ഒരു ധ്വനിയുണ്ട് അവിടെ. ഇത് ഭയങ്കരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമിക്കപ്പെടുന്ന നിഷ്കളങ്കരുടെ കൂടെ നിൽക്കാനാണ് ദൈവം തീരുമാനിക്കുന്നത്. കാരണം ദൈവം തന്നെയാണ് അപ്പോൾ ആക്രമിക്കപ്പെടുന്നത്. അക്രമത്തിന്റെ വിത്ത് ഹൃദയത്തിലുള്ള കായീന്റെ സന്തതി പരമ്പര തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ചുവട് വെക്കുന്നു. പിന്നീട് നമ്മൾ കാണും ഈ അധ്യായത്തില് ഈ അക്രമത്തിന്റെ വിത്ത് ഹൃദയത്തിലുണ്ട് കായീന്റെ. ഇന്നത്തെ ഈ തിരുവചന പാഠത്തിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്. ഈ നിന്നിലേക്കാണ് അതിന്റെ അഭിലാഷം. നിന്റെ ഹൃദയത്തിൽ തന്നെ തിന്മയുടെ വിത്തുണ്ട്. നീ അതിനെ കീഴടക്കണം.
കീഴടക്കുന്നില്ലെങ്കിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ചുവട് വയ്ക്കും. 4:19, 4:23, 24 നമ്മൾ കാണാനിരിക്കുന്നു. ഇങ്ങനെ കായീന്റെ സന്തതി പരമ്പര തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ചുവട് വെച്ചെങ്കിലും മനുഷ്യവംശം മുന്നോട്ട് തന്നെ വളർന്നു. ഉദാഹരണമായി ഹാബേലിന് പകരം കിട്ടിയ സന്താനമായ സേത്തിന്റെ വംശപരമ്പര ദൈവമായ കർത്താവുമായുള്ള ബന്ധത്തിൽ പുരോഗമിച്ചു. 4:26, 5:22, 6:9 കാണാം. അപ്പോൾ കായീൻ ഹാബേലിനെ ആക്രമിച്ചു കൊന്നെങ്കിലും തിന്മയ്ക്കല്ല വിജയം. ഈ ഹാബേലിന് പകരമായി കിട്ടിയ സേത്തിന്റെ തലമുറ കർത്താവുമായുള്ള ബന്ധത്തിലാണ് വളർന്നത്, പുരോഗമിച്ചതും വികസനം കണ്ടതും. ഇനിയിവിടെ ചില വിസ്മയങ്ങൾ, ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന ചില വിസ്മയങ്ങൾ നമുക്കൊന്ന് കാണാം. 7 എന്ന സംഖ്യ 15-ാമത്തെ വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും കാണാം. ഈ 4-ാമത്തെ അധ്യായം വംശപരമ്പരയിൽ 7-ാമത്തേതാണ് ലാമക്കിൻ്റേത്. ലാമക്ക് ഇല്ലേ, ലാമക്കിന്റെ പ്രതികാരത്തെക്കുറിച്ച് കായീന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 70 ഇരട്ടിയായിരിക്കും, 7-70 ഇരട്ടിയായിരിക്കും. പിന്നീട് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്, 7 ഇരട്ടി ക്ഷമിക്കുകയാണ് വേണ്ടത്, പ്രതികാരമല്ലെന്ന്. കായീന്റെ പ്രതികാരം 7, ലാമക്കിൻ്റെത് 7-70. അപ്പൊ കർത്താവ് പത്രോസ് ചോദിക്കും 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? പോരാ, 7-70 വേണം. അത് ആ ലാമക്ക്. അപ്പോൾ വംശപരമ്പരയിൽ 7-ാമത്തതാണ് ലാമക്കിൻ്റെത്. അവിടെയാണ് പ്രതികാരത്തിന്റെ ഇല്ലേ പൂർണ്ണതയിലെത്തുകയാണ്. 7-70 പ്രതികാരത്തിന്റെ ഇല്ലേ, പ്രതികാരം ചെയ്യേണ്ടത് 7 ഇരട്ടിയാണെന്നൊക്കെ വിചാരിക്കുകയാണ് ലാമക്ക്, കായീന്റെ സന്തതി പരമ്പര. ഹാബേല് സഹോദരൻ, നാമം എന്നീ വാക്കുകൾ 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കായീൻ എന്ന നാമം 14 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 7 × 2 14. മഹാപ്രളയത്തിന് മുമ്പ് 7 തലമുറകൾ ഉണ്ടായിരുന്നുവെന്നും സാഹിത്യം, കല, സംഗീതം തുടങ്ങിയ സാംസ്കാരിക രൂപങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവരാണെന്നും സൂചന നൽകുകയാണ്. മഹാപ്രളയത്തിന് മുമ്പ് 7 തലമുറകൾ, 7 എന്ന ബൈബിളിലുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്. സാഹിത്യം, കല, സംഗീതം ഇങ്ങനെ അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില സംഗതികളുണ്ട് മൃഗലോകത്ത് ഇല്ലാത്തത്. സാഹിത്യം, കല, സംഗീതമൊന്നും അവിടെ ഇല്ല. സൗന്ദര്യം ആസ്വദിക്കുന്ന അവിടെ ഇല്ല. ഇതെല്ലാം ഈ സാംസ്കാരിക രൂപങ്ങൾക്ക്, ഈ സാംസ്കാരിക രൂപങ്ങളില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ സിനിമയ്ക്ക് പോകും. എന്തുകൊണ്ട്? സിനിമ കാണും. അതൊരു കലയാണ്, അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പുസ്തകം വായിക്കും. പണം ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് 65-60 പുസ്തകം കഴിഞ്ഞ കൊല്ലം വായിച്ചു. ഈ വായിക്കാൻ നേരമില്ലെന്ന് പറയുന്നവർ ഇല്ലേ, അദ്ദേഹത്തെ കണ്ട് പഠിക്കണമെന്നൊക്കെ കമന്റുകൾ കണ്ടു. ശരിക്കും ഈ എന്തുമാത്രം തിരക്കുള്ള മനുഷ്യനായിരിക്കണം ഇല്ലേ പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് 60 പുസ്തകങ്ങൾ ഒരു വർഷം വായിച്ചു. അതിൽ 20 പുസ്തകം മറ്റു ഇംഗ്ലീഷാണെന്നൊക്കെയാണ് ഞാൻ കണ്ടത്, മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഈ സാഹിത്യം, കല, സംഗീതം ഇതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അവിടെയാണ്. അവരാണ് സാംസ്കാരിക രൂപങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ്. ഈ 2 മുതൽ 4 വരെ അധ്യായങ്ങളിൽ ദൈവനാമങ്ങൾ 70 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 70, വീണ്ടും 70, അതും ഒരു പൂർണ്ണസംഖ്യയാണ്. എലോഹിം എന്ന വാക്ക് 40 പ്രാവശ്യം, ദൈവമായ യാഹ്വേ എന്ന് 20 പ്രാവശ്യം, യാഹ്വേ എന്ന് 10 പ്രാവശ്യം, അങ്ങനെ മൊത്തം വരുമ്പോൾ 70 പ്രാവശ്യം. 70-ാമത്തെ തവണ, 70 പ്രാവശ്യമുള്ളൂ, 70-ാമത്തെ തവണ, അതായത് ഏറ്റവും അവസാനത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അക്കാലത്ത് ജനം യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി 4:26 ഈ അധ്യായത്തിൽ നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യാൻ വരികയാണ്. 70 പ്രാവശ്യമാണ് ദൈവനാമം ഉപയോഗിച്ചിരിക്കുന്നത്. 70-ാമത്തെ തവണ പറഞ്ഞിരിക്കുകയാണ് അക്കാലത്ത് ജനം യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കായീന്റെ കഥ, ഈ കൊലപാതകത്തിന്റെ കഥ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രസാദാത്മകമായ കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കിനി വചനങ്ങളുടെ അപഗ്രഥത്തിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പ് ഈ പൊതുവായ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാം. ഈ കൊലപാതകം, സഹോദരനെ കൊന്നു, അതെല്ലാം സങ്കടകരമായ സംഗതിയാണ്. പക്ഷെ അതേസമയം തന്നെ അതിൽ നമ്മൾ വല്ലാതെ നിരാശപ്പെട്ട് പോകരുത്. മനുഷ്യവംശം മുന്നോട്ട് തന്നെ പോകും. അത് ദൈവമായ കർത്താവിനെ തിരിച്ചറിയുകയും ചെയ്യും. 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം: ആദാം തന്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു. ആദാം ഹവ്വയുമായി ബന്ധപ്പെട്ടു, ലൈംഗികമായി ബന്ധപ്പെട്ടു. ആദാം ഹവ്വയെ പരിഗ്രഹിച്ചു എന്നെല്ലാം തർജ്ജമകൾ കാണാം.
ലൈംഗിക സംയോഗത്തിന് ബൈബിൾ ഉപയോഗിക്കുന്ന മൃദുപദമാണ് അറിയുക. ലൈംഗികമായി ഇങ്ങനെ ബന്ധപ്പെട്ടെന്ന് പറയുന്നതിന് പകരം, ആ വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം അറിയുക എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഹീബ്രു ഭാഷയിൽ യദ എന്നാണ്. യദ ഈ വാക്ക് പല പ്രാവശ്യം വരുന്നുണ്ട്, നമ്മളത് കാണും. നമുക്കത് വരുന്നതനുസരിച്ച് നമുക്ക് കണ്ടുപോകാം. ഈ ജോസഫ് മറിയത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നാണ്. അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലൈംഗികമായി ബന്ധപ്പെട്ടില്ല എന്നാണ്. മത്തായിയുടെ സുവിശേഷം 1:25 പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് വെച്ച് പുത്രനെ പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞെന്നും അതിലെല്ലാം മക്കളുണ്ടായെന്നും നമ്മൾ ഊഹിക്കുന്നതാണ്, ബൈബിൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ അത് ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു മൃദു പദം ഉപയോഗിക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു വേറെ സന്ദേശം കൂടി ഉണ്ട്. ശരിക്കുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനമാണ്. ശരിക്കുള്ള അറിവ് അനുഭവമാണ്. ഈ ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെയാണ് അതിന്റെ അറിവ് ശരിക്കുണ്ടാകുന്നത്. മറ്റുള്ളവര് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു പുറം അറിവാണ്, ശരിക്കുള്ള അറിവല്ല. അപ്പൊ അറിവിൽ ഒരു ഉൾച്ചേരലുണ്ട്, ഒന്നാകലുണ്ട്. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 17:3. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവമായിട്ട് അനുഭവം ഉണ്ടാകുന്നതാണ്, ദൈവമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ അറിയുക എന്ന വാക്ക് ലൈംഗിക സംയോഗത്തിന് ഉപയോഗിക്കുന്ന വാക്ക് മൃദുപദമാണെങ്കിലും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആഴം വളരെ വലുതാണ്. യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് ഒന്നാകലാണ്, സംയോജനമാണ്. അപ്പൊ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ ദൈവമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ. ദൈവമായിട്ട് ഒന്നാകുന്നില്ലെങ്കിലോ അനശ്വരമായ ജീവൻ കിട്ടില്ല. നിത്യജീവൻ എന്ന വാക്കിന് ചില സ്ഥലങ്ങളിൽ അനുദിന ജീവിതം എന്നർത്ഥമുണ്ട്. നമ്മൾ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. നിത്യജീവിതത്തിൽ എനിക്ക് കഷ്ടപ്പാടുകളാണ് എന്ന് ചിലപ്പോൾ പറയും. ആ നിത്യജീവൻ മരണാനന്തര ജീവനല്ല, അനശ്വരമായ ജീവനല്ല. നിത്യജീവിതം എന്ന് പറയുമ്പോൾ അപ്പോൾ ഉദ്ദേശിക്കുന്നത് അനുദിന ജീവിതം എന്നാണ്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സാഹിത്യകൃതിയിൽ കാണാം നിത്യജീവിതത്തിൽ കഷ്ടപ്പാടാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് നിത്യജീവിതം എന്ന് പറയുമ്പോൾ മരണാനന്തര ജീവിതം എന്നുള്ള അർത്ഥം വരാം. അവിടെ നിത്യജീവിതത്തിൽ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അനുദിന ജീവിതം. നിത്യവും എന്ന് പറയുന്നത് അനുദിന ജീവിതത്തെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് അനശ്വരമായ ജീവനാണ്, മരണാനന്തര ജീവൻ. പക്ഷെ മരണാനന്തര ജീവൻ അതിനു മുമ്പേ നമുക്ക് നൽകപ്പെടും. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. ഞാൻ ആ വാക്കിനെ കുറിച്ച് സൂചിപ്പിച്ചതേ ഉള്ളൂ. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. ആദാം തന്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. കായീൻ എന്ന നാമം 2 തരത്തിലാണ് അതിന്റെ ഉത്ഭവം പറയണേ. കനിറ്റി എന്ന ഹീബ്രു വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കനിറ്റി, എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്നെല്ലാം അർത്ഥമുള്ള ഒരു വാക്ക്. അതാണ് കാനിറ്റി. അതായിരിക്കും ഒരർത്ഥം. വേറെ ഒരു സൂചന ചാട്ടുളി, വേല്, കുന്തം, ശൂലം എന്നൊക്കെ അർത്ഥങ്ങളുള്ള പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ കാനിറ്റ് എന്ന വാക്ക് എന്നതിനാൽ കൊല്ലൻ, ലോകപ്പണിക്കാരൻ എന്നെല്ലാം ഈ വാക്കിന് പൊരുളുകളുണ്ട്. ശില്പി എന്നും ഈ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിയാം. ഈ ചാട്ടുളി, വേല്, കുന്തം, ശൂലം എന്നൊക്കെ അർത്ഥമുള്ളതുകൊണ്ട്. 34:24 അതിന്റെ ഒരു സൂചനയുണ്ട്. ഖാന എന്ന വാക്കിന് സ്ഥാപിക്കുക, നേടുക, സമ്പാദിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. അതിനോട് ബന്ധപ്പെട്ടായിരിക്കാം ഖായിൻ എന്ന ഹീബ്രു നാമം എന്ന് പറയുന്നു. ഇതാണ് 2ാമത്തെ സൂചന. സെപ്തിയന്ത് ഗ്രീക്കില് ഖൈൻ എന്നാണ്, ഖൈൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കായേൻ എന്ന് ചിലപ്പോൾ തർജ്ജമ ചെയ്യാറുണ്ട്. ഖായിൻ എന്നാണ് ഹീബ്രുവില്, ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. കായേനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഹവ്വ പറയുന്ന ഒരു കാര്യമുണ്ട്. യാഹ്വേയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു. യാഹ്വേയാൽ, ദൈവമായ യാഹ്വേയുടെ സഹായത്തോടെയാണ്, ദൈവത്തിന്റെ കടാക്ഷത്തോടെയാണ് ആദാവും ഹവ്വയും, പുരുഷനും സ്ത്രീയും മക്കളെ ജനിപ്പിക്കുന്നത്. സങ്കീർത്തനം 139:13. മക്കളെ ദൈവം നൽകുന്ന വാഴ്വായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് ബൈബിൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. 31:28, 22:17, സങ്കീർത്തനം 127, 128. മക്കള് ദൈവത്തിന് അനുഗ്രഹമാണ്, ശാപമല്ല. മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നതും മക്കൾ ജനിപ്പിക്കാനുള്ള കടമ അനന്തമായി മാറ്റിവെക്കുന്നതും ദൈവത്തോടുള്ള കലാപമാണ്. ദൈവത്തിന്റെ വാഴ്വാണ്, അനുഗ്രഹമാണ് മക്കള്. അപ്പൊ മക്കള് വേണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുന്ന ദൈവത്തോടുള്ള കലാപമാണ്.
മക്കള് ഇനി കുറെ കഴിയട്ടെ, 40 വയസ്സ് കഴിയട്ടെ എന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നത് ദൈവത്തോടുള്ള കലാപമാണ്. മനുഷ്യവംശം തന്നെ നിലനിൽക്കില്ല. മനുഷ്യവംശം തന്നെ നിലനിൽക്കില്ലല്ലോ മക്കളില്ലെങ്കിൽ. അതുപോലെ തന്നെ മക്കളുണ്ടായി തെറ്റായ ചില ബന്ധങ്ങൾക്ക് അവർ തടസ്സമാകുന്ന കാണുമ്പോൾ അവർ ഒഴിവാക്കുന്നതും കൊലപാതകം ചെയ്യുന്നതൊക്കെ വർദ്ധിച്ചു വരികയാണ്. അതെല്ലാം ദൈവത്തോടുള്ള നേരിട്ടുള്ള കലാപങ്ങളാണ്. അപ്പം അത് ആദ്യത്തെ ആദാമും ഹവ്വയും പറഞ്ഞത് യാഹ്വേയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു. യാഹ്വേയാൽ ദൈവം നൽകിയതാണ്. ദൈവമാണ് യജമാനൻ. മാതാപിതാക്കൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണ് മനുഷ്യരായി വളർത്താൻ. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത്. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളായ കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ്. കണക്ക് കൊടുക്കണം മാതാപിതാക്കള് ദൈവത്തിന് മുമ്പിൽ. ഒരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു. ആക്ഷരികമായിട്ട് പറഞ്ഞാൽ ഒരു പുരുഷനെ എന്നാണ്. ഈഷ് എന്നുള്ള ഹീബ്രു വാക്കാണ്. ഒരു പുരുഷനെ കിട്ടിയിരിക്കുന്നു. കർത്താവിന് ഞാൻ ഒരു മനുഷ്യനെ നേടി. ഈ ഈഷ് എന്ന വാക്കിനെ മനുഷ്യൻ എന്നും തർജ്ജമ ചെയ്യാം. അപ്പോൾ കർത്താവിന് ഞാൻ ഒരു മനുഷ്യനെ നേടി എന്നും സൂചനയാകാം. ഒരു മകനെ എന്നല്ല, ഒരു പുരുഷനെ. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞായതുകൊണ്ട് പുരുഷ പ്രജ നമ്മൾ തർജ്ജമ ചെയ്യുന്നു. ഒരു പുരുഷനെ, പുരുഷ പ്രജയെ, അല്ലെങ്കിൽ കർത്താവിന് ഒരു മനുഷ്യനെ ഞാൻ നേടി എന്നാണ് ഹവ്വ പറയുന്നത്. കർത്താവിന് വേണ്ടി ഞാനിത് ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ നേടിയിരിക്കുന്നു. ആ വാക്കുകൾക്കെല്ലാം ഒരു വല്ലാത്തൊരു ഒരു ഒരു തിളക്കമുണ്ട്. കർത്താവിന് വേണ്ടിയാണ് ഞാനൊരു കുഞ്ഞിനെ ജനിപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ തിരുവചനങ്ങളിൽ, ആദ്യത്തെ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 4:1 പറയുന്നത്. ഒന്ന്, വിവാഹത്തിന്റെ 2 ലക്ഷ്യങ്ങൾ. പ്രേമ സാക്ഷാത്കാരം, അതാണ് ഒന്ന്. ആദാം ഹവ്വയെ അറിഞ്ഞു. ആ അറിവിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രേമ സാക്ഷാത്കാരം, പ്രണയ സാക്ഷാത്കാരം. അത് ഭാര്യ ഭർത്താക്കന്മാർ കൊടുത്തിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാഴ്വാണ്, ഒരു അനുഗ്രഹമാണ്. 2, സന്താന സൗഭാഗ്യം. അപ്പൊ 2 കാര്യങ്ങളുണ്ട്, പ്രണയം, സന്താനം. ഇത് രണ്ടുമാണ് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭ. 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രണയ സാഫല്യം. അത് നടക്കേണ്ടത് കല്യാണത്തിനുള്ളിലാണ്. കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് പുറത്തോ അല്ല. അങ്ങനെയുള്ള ചില തത്വചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. നമ്മളത് സ്വാധീനിക്കുന്നുണ്ട്. രണ്ടുപേരും സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തിന്മയമാകാം എന്നുള്ള ആ ചിന്ത വളരെ പ്രബലമായിട്ടുണ്ട്. അത് നിയമവൃത്തങ്ങളിൽ പോലും ചർച്ചയായിട്ടുണ്ട്. 2 പേർ തീരുമാനത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. സമുദായത്തിന്റെ നിയന്ത്രണങ്ങളോ മതത്തിന്റെ നിയന്ത്രണങ്ങളോ വേണ്ട, എന്ത് തോന്നിയാസവും ആകാം എന്ന ഒരു മട്ട് സമൂഹത്തിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം സത്യത്തിൽ സമുദായത്തെ വഷളാക്കും. അതുകൊണ്ടാണ് ഈ മതം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, ദൈവം നിയന്ത്രണം കൊണ്ടുവരുന്നു, അതുകൊണ്ട് ദൈവം വേണ്ട, മതം വേണ്ട എന്നൊക്കെ പലരും ചിന്തിക്കുന്നതിന് കാരണം തോന്നിയാസം നടക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും മതത്തിന് മനുഷ്യമുഖം വേണം, പക്ഷേ വഷളത്വം അനുവദിക്കാനും പറ്റത്തില്ല. അപ്പൊ അതിനൊരു ഒരു 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 പരിധിയുണ്ട്. ഒരു നന്മ ചെയ്യുന്നതിനും നന്മയുടെ സമുദായം നന്നായിട്ട് വളരുന്നതിനും ചില അതിരുകൾ, ചില അതിർത്തികൾ. അത് ഇല്ലെങ്കിൽ സമുദായം മൊത്തത്തിൽ വഷളായി പോകും. ദുർനടപ്പ് മാത്രമായിട്ട് സമുദായം അധപതിക്കും. മനുഷ്യ സമുദായമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ശിശുവിന്റെയും ഗർഭധാരണം, ജനനം എന്നിവയിൽ ദൈവം നേരിട്ട് ഇടപെടുന്നു എന്നാണ് വേറൊരു കാര്യം പറയുന്നത്. യാഹ്വേയാൽ എനിക്കൊരു പുരുഷനെ കിട്ടിയിരിക്കുന്നു, ഒരു പുരുഷ പ്രജയെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. യാഹ്വേയാൽ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ ഓരോ കുഞ്ഞിന്റെയും ഗർഭധാരണത്തിലും ജനനത്തിലുമുണ്ട്. പരിണാമവൃക്ഷത്തിലെ ആകസ്മികതയിൽ നിന്ന് പിറന്നു വീഴുന്നതാണ് മനുഷ്യൻ എന്നാണ് ചിലരെങ്കിലും വിചാരിക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യർ അത്ര ചിന്തിക്കില്ല. പക്ഷേ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന പല പ്രത്യയശാസ്ത്രങ്ങളും ഇത് പഠിപ്പിക്കണം. കാരണം എന്താ, ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിണാമം. മനുഷ്യൻ പരിണമിച്ചുണ്ടായി. എന്നിട്ട് നമ്മൾ കുരങ്ങന്മാരാണ്, നമ്മൾ മനുഷ്യക്കുരങ്ങാണ് എന്നെല്ലാം പറഞ്ഞ് പുറകോട്ട് വലിക്കും. നമ്മൾ മൃഗത്തിലേക്ക് അധപതിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ നല്ലത്? നമ്മൾ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ ആത്മാവിന്റെ മനുഷ്യനെ യേശുവിലേക്ക് നമ്മൾ ഉൾച്ചേരണം എന്ന് പറയുന്ന, നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്ന അതാണോ നല്ലത്? 2 പ്രത്യയശാസ്ത്രമാണെന്ന് കരുതൂ. ബൈബിൾ പ്രത്യയശാസ്ത്രമല്ല, ഇനി പ്രത്യയശാസ്ത്രമാണെന്ന് കരുതൂ. എങ്കിലും ഇതിലേതാണ് നല്ല പ്രത്യയശാസ്ത്രം? നമ്മൾ മനുഷ്യക്കുരങ്ങാണെന്ന് പറഞ്ഞ് നമ്മൾ അധപതിപ്പിക്കുന്ന ഒരു പരിണാമമാണോ, അതോ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപം ചെയ്താലും ആത്മാവിന്റെ മനുഷ്യനായി യേശുവുമായിട്ട് ഉൾച്ചേരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന ആ ഉന്നതത്തിലേക്ക് വിളിക്കപ്പെട്ട ആ വിളി, ഇത് ഏതാ നല്ലത്? നമ്മൾ മനുഷ്യരായിട്ട് മൃഗങ്ങളായിട്ട് അധപതിപ്പിക്കുന്ന ഫിലോസഫിയാണോ? അപ്പൊ നമ്മള്
ദൈവത്തിന്റെ ഇടപെടലില്ല എന്ന് പഠിപ്പിക്കുന്ന എന്തിനാ? അത് നിരീശ്വര പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ. അങ്ങനെയാണോ? ഈ മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ ഉണ്ടോ? ഈ ഫാക്കൽറ്റികളുണ്ടോ? സൗന്ദര്യം, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സൗന്ദര്യം, സംഗീതം, കല, ഇതൊക്കെ ആസ്വദിക്കാൻ മൃഗങ്ങൾക്ക് പറ്റുമോ? അപ്പൊ നമ്മൾ മൃഗങ്ങളാണെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? അപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടാണ് ഓരോ കുഞ്ഞിന്റെ ജനനവും. ഞാൻ പറഞ്ഞൊന്ന് ആവർത്തിക്കുകയാണ്, ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് മക്കള്, ദൈവത്തിന്റെ വാഴ്വാണ് അവര്. തന്റെ മക്കളെ നല്ല രീതിയിൽ ഭൂമിയിൽ വളർത്താൻ ദൈവം മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണ്. ദൈവം മനുഷ്യരെ വിച്ഛേദിക്കുകയാണ്. ദൈവം മനുഷ്യരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിനാൽ മക്കളുടെ യജമാനന്മാരല്ല മാതാപിതാക്കള്, കാര്യസ്ഥന്മാര് മാത്രമാണ്. പിന്നെ ഹവ്വ അവന്റെ സഹോദരൻ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേല് ഹീബ്രുവിലെ ഹെവേൽ എന്നാണ് വാക്ക്. ഹെവേൽ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിയുന്നു ഹാബേല്. ശ്വാസം, ക്ഷണികം എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം. നിശ്വസിച്ചതിന് ശേഷം അവശേഷിക്കുന്ന വായു എന്നായിരിക്കും ആക്ഷരികം എന്നാണ് ഒരു നിർദ്ദേശം. ആവിയായി പോയവൻ എന്ന് ധ്വനി. ഈ എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാവുന്ന ശ്വാസം ഹാബേലിന്റെ ക്ഷണിക ജീവിതത്തെ സൂചിപ്പിക്കുന്നു. സ്വന്തം സഹോദരനാണ് കൊന്നത്. ഈ നമ്മൾ സഹോദര സ്നേഹം, പിന്നെന്താണ് ഉടപ്പിറന്നോള്, ഉടപ്പിറന്നവൻ, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, സഹോദര സ്നേഹം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് കൊലപാതകത്തിലാണ് കലാശിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അത്? സഹോദരൻ സഹോദരി ബന്ധം, രക്തബന്ധം, നമ്മൾ എന്തെല്ലാം ഇങ്ങനെ കളിച്ചു കൂട്ടി വളർന്നു. പക്ഷെ നമ്മുടെ സ്നേഹം, സഹോദര സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് കൊലപാതകത്തിലാണ് കലാശിക്കുന്നത്. ദൈവത്തോടുള്ള ഈ ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുത്ത എല്ലാ സ്നേഹവും ദൈവത്തോടുള്ള കലാപമാണ്. അത് കൊലപാതകമാണ്. ആൾക്കാർ കൊന്നാലും കൊന്നില്ലെങ്കിലും ആ കോപം ഇല്ലേ, പക, വിദ്വേഷം, ഇതെല്ലാം കൊലപാതകത്തിന്റെ മറ്റ് ലക്ഷണങ്ങളാണ്. സെപ്തിയന്ത് ഗ്രീക്കിലും ഹാബേൽ എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ എയ്ബൽ എന്നാണ് പലപ്പോഴും ഉച്ചാരണം. അബ്ലു എന്ന അക്കാഡിയൻ, പഴയ അസീറിയൻ ഭാഷയാണ് അക്കാഡിയൻ. അബ്ലു എന്ന വാക്കിൽ നിന്നാണ് ഈ ഹാബേൽ എന്ന നാമം ഉത്ഭവിക്കുന്നതെങ്കിൽ അതിന് മകൻ എന്നൊരർത്ഥമുണ്ട്. അബ്ലു എന്ന വാക്കിന് അക്കാഡിയൻ ഭാഷയിൽ മകൻ എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നതെങ്കിൽ, ഹീബ്രു വാക്ക് ഉത്ഭവിക്കുന്നതെങ്കിൽ മകൻ എന്ന് അതിനർത്ഥമുണ്ട്. ഹാബേലും തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവിടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. കടിഞ്ഞൂലുകൾ ഗോശാലയിലെയോ ആട്ടിൻകൂട്ടത്തിലെയോ ഏറ്റവും മുന്തിയ മൃഗത്തെയാണ് ഇവിടെ ആദ്യജാതൻ എന്നുദ്ദേശിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്ന സന്താനത്തെയല്ല. ഇപ്പൊ ബൈബിളിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ബൈബിളിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയണം. ആദ്യജാതൻ എന്ന് പറഞ്ഞ വാക്ക് കണ്ട ഉടനെ രണ്ടാമത്തെ ജാതൻ, മൂന്നാമത്തെ ജാതനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മുന്തിയ ഇനം, അതിനെ ഉദ്ദേശിക്കാനാണ് ആദ്യജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തിന് വഴിപാടായി സമർപ്പിക്കാൻ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത്. ആദ്യജാതൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വികലാംഗനായ ഒരു കുഞ്ഞാടായിരുന്നെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കില്ല. അപ്പൊ ആദ്യജാതൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊനമറ്റ ഏറ്റവും നല്ലത്, ഏറ്റവും മുഴുത്തത്, ഏറ്റവും മുന്തിയത്. തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ദൈവത്തിനായി മാറ്റിവെക്കണമെന്നാണ് ഹാബേലിന്റെ വിശ്വാസം. അതിന് കാരണം എന്താണ്? വിശ്വാസത്തിന്റെ മനുഷ്യനാണ് ഹാബേല്. ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കണമെന്ന് ആരെ വിശ്വസിക്കുക? വിശ്വാസത്തിന്റെ മനുഷ്യനാണ്. ഹെബ്രായലേഖനം 11:4. കായന്റെ വഴിപാടിൽ എന്തോ കുറവുണ്ട്. എന്താണ് കുറവെന്ന് കൃത്യമായി നമ്മൾ അറിയിക്കുന്നില്ല. ഈ രക്തമില്ലാത്ത സസ്യങ്ങൾ സമർപ്പിച്ചത് കൊണ്ടല്ല ദൈവം സംപ്രീതനാകാതിരുന്നത്. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ലേവ്യർ 2:1, 2:4, 2:14, 2:15. അതായത് രക്തമില്ലാത്ത സസ്യങ്ങളാണ് ദൈവത്തിന് സമർപ്പിച്ച്, രക്തമാണ് ദൈവത്തിന് താല്പര്യം എന്നൊക്കെ ചിലപ്പോൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ടല്ല. ഒരു പക്ഷേ തന്റെ വിളവില് ആദ്യ ഫലങ്ങൾ ദൈവത്തിനെ മാറ്റിവെച്ചില്ല, ഏറ്റവും നല്ലത് മാറ്റിവെച്ചില്ല എന്ന് ഊഹിക്കാം. അതായത് ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ല സംഗതി കൊടുത്തില്ല. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് ദൈവം. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ. ആന്തരികമായ ഹൃദയാഭിരുചിയാണ് ബാഹ്യമായ കാഴ്ചയർപ്പണത്തിൽ പ്രതിഫലിക്കേണ്ടത്. കായന്റെ ആത്മസമർപ്പണം സന്മനസ്സോടായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവം അവനിൽ പ്രസാദിച്ചില്ല. ഗോഡ് ആക്സെപ്റ്റ്സ് എ ചിയർഫുൾ ഗിവർ എന്നാണ് പൗലോസ് ലേഖ പറയണേ.
സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുക. പിറുപിറുപ്പോടെ ഇല്ലേ, ദേഷ്യപ്പെട്ട് പിറുപിറുപ്പോടെ ഇഷ്ടമില്ലാതെ കൊടുക്കുന്നവന് പണവും നഷ്ടപ്പെടും, ദൈവത്തിന്റെ വാഴ്വും നഷ്ടപ്പെടും. ഒരു പക്ഷേ കായൻ ചിന്തിച്ചിരിക്കുക, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ പങ്ക് ദൈവത്തിന് എന്തിനു കൊടുക്കണം? ഇതെന്റെ അധ്വാനപരമാണ്, ഇത് ദൈവത്തിന് അവകാശമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ കഷ്ടപ്പാടും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ദൈവത്തിന് ഇതെടുത്ത് പങ്കൊന്നുമില്ല, അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഹാബേൽ കൊണ്ടുവന്നപ്പോൾ കൊടുക്കാതിരുന്നാല് മറ്റുള്ളവരെന്ത് വിചാരിക്കും? ആ ചിന്ത തന്നെ തെറ്റാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വികാരത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ അതല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. ദൈവം കായന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല, കായൻ അത്യധികം കോപിച്ചു. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അതാണ് കായനെ കോപം കൊണ്ട് ജ്വലിപ്പിക്കുന്നത്. അമർഷം തോന്നി എന്നൊക്കെ പറയാം. അനീതിയുടെ ഇരയാണ് താൻ എന്ന് കായൻ സ്വയം നിഗമനത്തിലെത്തി. ഞാനും സമർപ്പിച്ചതല്ലേ, വഴിപാട് ഞാനും കൊടുത്തതല്ലേ, എന്തുകൊണ്ട് ദൈവം ഹാബേലിൽ മാത്രം പ്രസാദിച്ചു, എന്തുകൊണ്ട് എന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല? അപ്പോൾ ദൈവത്തിന്റെ അനീതിയുടെ ഇരയാണ് ഞാൻ എന്ന് കായൻ സ്വയം നിഗമനത്തിലെത്തി. അമർഷവും അസൂയും കോപവും കായനെ കീഴടക്കുകയാണ്. ഹാബേലിനോട് കിടപിടിക്കുന്ന സ്വഭാവ ദൃഢതയോ വിശ്വസ്തതയോ കായനില്ല. അതിന് ശ്രമിക്കാതെ ഹാബേലിനെ നശിപ്പിച്ചു കളയാനാണ് കായൻ തീരുമാനിക്കുന്നത്. ഹാബേലിനോട് കിടപിടിക്കുന്ന സ്വഭാവ ദൃഢത, വിശ്വസ്തത, അതിനെ ശ്രമിക്കാതെ ഹാബേലിനെ നശിപ്പിച്ചു കളയാൻ കായൻ തീരുമാനിക്കുകയാണ്. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അസൂയ പിശാചിന്റെ വഴിയാണത്. ജ്ഞാനം 2:24, യോഹനൻ 8:44, 1 യോഹനൻ 3:12. കത്തോലിക്ക സഭയുടെ മതബോധനം 2538, 39 നിങ്ങൾക്ക് വായിക്കാം. ദൈവം കായനോട് സംസാരിക്കുകയാണ്, ആ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിന്റെ മുഖം വാടിയിരിക്കുന്നത്, ഇങ്ങനെ ഈ കൗണ്ടനൻസ് ഫെൽനാണ്, ഈ മുഖം ഇങ്ങനെ താണു വീണു, ഇതിങ്ങനെ വീണ് കിടക്കുകയാണ് ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്. അപ്പൊ ദൈവം ചോദിക്കുക, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ വീണ് കിടക്കണേ? നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? എന്നിട്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ നല്ലത് ചെയ്താൽ നീയും പ്രസാദിക്കപ്പെടുകയില്ലേ, നിനക്കും പ്രസാദം കിട്ടില്ലേ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു. നിന്നിലേക്കാണ് അതിന്റെ അഭിലാഷം, നിന്നിലേക്കാണ് താല്പര്യം. നീ അതിന് കീഴടക്കാണ് വേണ്ടത്. നരഭോജിയായ മൃഗത്തെ പോലെയാണ് പാപം. ജാഗ്രത പുലർത്താത്തവനെ പതിയിരുന്ന് ചാടി വീണ് കീഴ്പ്പെടുത്തും. വഴിയിൽ പമ്മി നിൽക്കുന്ന വേട്ടമൃഗം പോലെയാണ് തിന്മ. മാരകമായ ആ ശക്തിയെക്കുറിച്ച് കരുതിയിരിക്കണമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു. പക്ഷേ കായൻ അത് കേട്ട ഭാവം നടിച്ചില്ല. ആരാധനയിൽ വീഴ്ച വരുത്തിയ, വഴിപാട് കൊടുക്കുന്ന ആരാധന, ദൈവത്തോടുള്ള ആരാധന, ആരാധനയിൽ വീഴ്ച വരുത്തിയ കായീൻ സഹോദരനെതിരെ അമർഷം മനസ്സിൽ സൂക്ഷിക്കുകയും സ്വന്തം കൈകൊണ്ട് അവനെ വക വരുത്തുകയും ചെയ്തു. അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്, തീർന്നില്ല. ഹാബേൽ എവിടെയാണെന്ന് അറിയില്ലെന്ന് ദൈവത്തോട് നുണ പറഞ്ഞു. ഉൽപ്പത്തി 4:9. സഹോദരനെ തള്ളി പറഞ്ഞു, ഞാനാണ് സഹോദരന്റെ കാവൽക്കാരൻ. വാക്കും നാക്കും കൈകളും ഉപയോഗിച്ച് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോവുകയാണ് കായീൻ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവകൽപ്പനകൾ നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭ്രാതൃഹത്യ, സഹോദരന്മാരെ കൊല്ലുക, തുടങ്ങിയ തിന്മകളെ വിലക്കുന്ന പ്രകൃതിദത്തമായ ധാർമ്മിക നിയമങ്ങൾ ആദ്യം മുതലേ നിലനിന്നിരുന്നുവെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുക. ദൈവകൽപ്പന നൽകപ്പെടുന്നത് പിന്നീടാ, കൊല്ലരുത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രകൃതിദത്തമായ ധാർമ്മിക നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 401, 2259 ഇതേക്കുറിച്ച് സൂചനയുണ്ട്. ഞാനൊരു കാര്യം ഒന്ന് ആവർത്തിച്ച് ഞാൻ നിർത്തുകയാണ്. രക്തബന്ധുക്കൾ, ഒരേ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവര്, പക്ഷെ ആ സഹോദര സ്നേഹം, ഉടപ്പിറന്നവര് ഒരേ ഉദരത്തിൽ നിന്ന് വരുന്നവര്, ഒരേ ഉടലിൽ നിന്ന് വരുന്നവര്, അവരുടെ സ്നേഹം, ആ രക്തബന്ധം എന്ന് പറഞ്ഞ സ്നേഹം, അത് ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കൊലപാതകത്തിലാണ് കലാശിക്കുക. ആ കൊലപാതകം 2 തരത്തിലാക്കാം. ശരിക്കും കൊല്ലാം, അല്ലെങ്കിൽ വിദ്വേഷവും പകയും ദേഷ്യവും അസൂയും ഇതുകൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് ജീവിക്കുന്നതും ഒരു തരത്തിൽ കൊലപാതകം തന്നെയാണ്. അവനെ കൊല്ലുന്നില്ലെങ്കിലും മനസ്സിൽ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഏത് സ്നേഹവും ദൈവസ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം എന്നൊരു വലിയ സന്ദേശം കൂടി
ഈ 4-ാമത്തെ അധ്യായം അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നെ ഒരുപാട് മറ്റ് മാനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ സ്നേഹം എപ്പോഴും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടാനും, പിന്നെ ഈ വേട്ടമൃഗത്തെ പോലെയാണ്, പതിയിരുന്ന് വഴിയിൽ പമ്മി നിൽക്കുന്ന വേട്ടമൃഗം പോലെയാണ് പാപം എന്നുള്ള ആ ദൈവത്തിന്റെ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ എടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.